കാരം നമസ്കാരം. നേർക്കുപോരുന്ന ഈ തുറന്ന ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വച്ഛ് ഭാരതം വിഭാവനം ചെയ്യുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലേക്കൊന്ന് നോക്കൂ. എവിടെയാണ് സ്വച്ഛത, എവിടെയാണ് വൃത്തി? നമ്മുടെ നാട് വേസ്റ്റുകൾ കൊണ്ട് നിറയുകയാണ്. നാടും നഗരവും കായലും കുളവും പുഴയും തോടുമെല്ലാം മാലിന്യങ്ങൾ കൊണ്ട് നരകതുല്യമായി മാറുന്നു. ഒപ്പം രോഗങ്ങളും. നിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും കണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട്, നിറപൊലിയേകാമെന്നരിയ നേരിനാ പുതുവിള നേരുന്നോരിനിയ നാടിതാ പാടാ കുട്ടനാടിൻ നീളം. ഈ വേസ്റ്റ് വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുവാൻ, സംസാരിക്കുവാൻ കുറച്ച് വേസ്റ്റ് ഗസ്റ്റുകളെ നമ്മൾ ഈ സ്റ്റുഡിയോയിലേക്ക് തപ്പിപ്പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ആ ഓരോ വേസ്റ്റുകളെയും നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തെ വേസ്റ്റ് ഗസ്റ്റ് ശുചിത്വ കേരള പ്രസിഡന്റ് ശ്രീ TK സുജിത്ത്. നെക്സ്റ്റ് വേസ്റ്റ് ഗസ്റ്റ് വേസ്റ്റ് കൺസൾട്ടന്റിന്റെ ടീമിന്റെയും കോർപ്പറേഷന്റെയും സർവോപരി ഒരു ഫ്ലാറ്റിന്റെയും സെക്രട്ടറി കൂടിയായ മിസ്സിസ് പമീല രാഘവൻ. നെക്സ്റ്റ് വേസ്റ്റ് അഖില ലോക ശ്വാസോച്ഛ്വാസത്തിലും ശ്വാസോച്ഛ്വാസ നിയന്ത്രണത്തിലും ക്ഷമയുടെ നെല്ലിപ്പല കണ്ട യോഗീന്ദ്രൻ. നെക്സ്റ്റ് വേസ്റ്റ് ഏതോ ഒരു നഗരത്തിൽ ജനങ്ങളുടെ എങ്ങനെയോ വോട്ട് നേടി നഗരപിതാവായി മാറിയ, നാട്ടുകാരുടെ വായിൽ നിന്ന് ഡെയിലി തെറി കേൾക്കുന്ന അഡ്വക്കേറ്റ് ജെറി. ഈ വേസ്റ്റ് ഗസ്റ്റുകളോടൊപ്പം എന്തിനു വേദിന് തല്ലുപിടിക്കാൻ കുറെ വേസ്റ്റ് പൊതുജനങ്ങളെയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നാടോടി വിഷന്റെ നേർക്കുപോരുന്ന ഈ ചൂടൻ ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ചർച്ച ആരംഭിക്കാം. ഐശ്വര്യമുള്ള ഒരാളിൽ നിന്ന് തന്നെ തുടങ്ങാം. ലോക വേസ്റ്റായ യോഗാചാര്യൻ യോഗീന്ദ്രൻ സർ, എന്താണ് നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ അനുഭവിക്കുന്ന ഈ മാലിന്യങ്ങളെ കുറിച്ച് പറയാനുള്ളത്? വളരെ മാന്യമായി ടെൽമി. മൊഴിഞ്ഞാലും ഞാൻ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഈ മാലിന്യ കൂമ്പാരം കാണുവാണെങ്കിൽ ആദ്യമായിട്ട് ഞാൻ നാഡീശുദ്ധി പ്രാണായാമം നടത്തും. അതായത് വലത് കൈ ഇങ്ങനെ പിടിച്ച് വലത് മൂക്കിലൂടെ പിടിച്ച് ഇടത് മൂക്കിലൂടെ ശ്വാസോച്ഛ്വാസം പുറത്തോട്ട് വിടുമ്പോൾ നമുക്ക് തിരിച്ചു വരാം. ശ്വാസം ഇവിടെ ഇരിക്കുക. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ മാലിന്യം കുമിഞ്ഞു കൂടുന്നത് ഈ ഗവൺമെന്റിന്റെ അനാസ്ഥ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയുക. ഗവൺമെന്റിന്റെ മാത്രം അനാസ്ഥയാണ്. അല്ല, ഗവൺമെന്റിന്റെ മാത്രം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് സർക്കാരിന്റെ കൂടെ അനാസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മാലിന്യങ്ങളെ നമ്മൾ രണ്ടായിട്ട് തിരിക്കണം. സമീര പറഞ്ഞ കറക്റ്റ് ആണ്. അതിങ്ങനെ രണ്ടായിട്ട് തിരിക്കുകയാണെങ്കിൽ നമുക്കത് കൊണ്ടുപോകാൻ എളുപ്പമുണ്ട്, ഭാരം കുറഞ്ഞിരിക്കും. അയ്യോ, അങ്ങനെയല്ല സർ. ഈ ജൈവ മാലിന്യം, അജൈവ മാലിന്യങ്ങൾ, ജൈവ മാലിന്യങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. കമ്പോസ്റ്റ്, അതുപോലെ മെനുവർ ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത് മെനുവറിനെ വിളിക്കണം. സർക്കാർ മെനുവറിനെ വിളിച്ച് അയാൾക്ക് ശമ്പളം കൊടുത്ത് അയാൾ നശിപ്പിച്ച് കളയട്ടെ. അയ്യോ സാർ, എന്ത് കാര്യമായി പറയുന്നത്? മെനുവർ ചെയ്യൂന്നല്ലേ ഇത് പറഞ്ഞു? അയ്യോ സാർ, മെനുവർ എന്ന് പറഞ്ഞ വളം, ജൈവ വളം എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഇതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫ്ലാറ്റിൽ ഇതൊക്കെ എങ്ങനെയാണ് നിർമാല്യം ചെയ്യുന്നത്? നിർമാല്യോ? അല്ല, നിർമാർജനം ചെയ്യുന്നത്. ഞങ്ങളത് മുകളിലിട്ട് കത്തിക്കും. ആരുടെ മുകളിൽ? അയ്യോ, ആരുടെ മുകളിലല്ല, ഫ്ലാറ്റിന്റെ മുകളിൽ ഞങ്ങൾ ഒരു ബയോ പ്ലാന്റ് ആണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഫ്ലാറ്റുകളിൽ നിന്ന് ഈ മാലിന്യങ്ങൾ ശേഖരിച്ച് ബയോ പ്ലാന്റിൽ കൊണ്ടുപോയി കത്തിച്ച് അങ്ങനെ നശിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിലൂടെ ഞങ്ങൾക്ക് ഗ്യാസ് ഉൽപ്പാദിക്കാൻ സാധിക്കുന്നു. പക്ഷേ നിങ്ങൾ ഫ്ലാറ്റിലുള്ള ആൾക്കാർക്ക് ബയോ പ്ലാന്റ് ഉണ്ട്, അവർക്ക് നിങ്ങൾക്ക് അങ്ങനെ അത് സംസ്കരിക്കാം. പക്ഷേ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവർക്ക് എവിടെയാണ് ബയോഗ്യാസ് പ്ലാന്റ്, എവിടെയാണ് മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ്? അവരെന്ത് ചെയ്യും? പൊടിയുണ്ട് സാർ, ശുചിത്വം വേണം അവിടെ എല്ലാം. എന്റെ ശുചിത്വം ഇതൊന്നും എടുത്തോട്ടെ. എടുത്തു. ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് അത് ചെയ്യാൻ പറ്റും. പക്ഷേ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഈ വേസ്റ്റുകളൊക്കെ കൊണ്ടുപോയി എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് തിന്നാൻ പറ്റുമോ? അല്ല, എന്തെങ്കിലും ഫ്ലേവർ ഒക്കെ ചേർക്കണമെന്ന് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അത് പേരെന്തോന്നാ പറഞ്ഞത്? സുജിത് കുമാർ.
ശുചിത്വ മിഷന്റെ പ്രസിഡന്റ്. അതെ അതെ. തിന്നാൻ പറ്റുമെന്നാ പറഞ്ഞത്. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ കുറച്ച് വേസ്റ്റുമായി അനുഭവിച്ച ദുരിതങ്ങളുടെ ഒരു വിഷ്വൽ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ ചന്ദനലേപ സുഗന്ധം. ഇതെന്താ പാടിയത്? കണ്ടിട്ട് മനസ്സിലായില്ലേ? വേസ്റ്റ് 4 ദിവസം ഇത് ഇവിടെ കിടന്ന് ചീഞ്ഞ് നാറുന്നു. ഇതെന്തിനാ എന്റെ മടി കൊണ്ട് വെച്ചാന്നാ ചോദിച്ചത്? പുഴുങ്ങി തിന്നാൻ. വേസ്റ്റോ? എന്റെ സോമേട്ടാ, ഇത് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞിട്ട് വാ. ഞാനോ? അല്ല ഞാൻ. അതാ നല്ല, നീ കൊണ്ടുക്കളാ. ചന്ദനലേപ സോമേട്ടാ. ഓ എന്താ മോളെ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞിട്ട് വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് പച്ച വെള്ളം ഞാൻ തരത്തില്ല. അവള് വെച്ചിട്ട് പോകുന്ന പോക്കാണ് എനിക്ക് സ്റ്റേറ്റ് മതം വിചാരിക്കും. ദൈവമേ, അല്ല പട്ടിയും പൂച്ചയായിരുന്നു എവിടെയെങ്കിലും കൊണ്ട് കളയായിരുന്നു. ഈ വേസ്റ്റ് ഞാൻ എവിടെ കൊണ്ട് കളയാന്? അയ്യോ കൊണ്ടാര കടക്കാൻ സോമേട്ടൻ ഇതുവരെ പോയില്ലേ? പോയി. നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. ഇവിടെ ചപ്പ് ചവറുകൾ നിക്ഷേപിക്കരുത്. പണ്ടാരെ പടക്കാൻ വേണ്ടി ഇവിടെ കൊണ്ട് ക്യാമറ വെച്ചിരിക്കുകയാണ്. ഹലോ, അല്ല ഫോൺ വന്നപ്പോ പോയതാ. ഫോൺ വന്നപ്പോഴത്തേക്കും ഇതാണോ പോയത്? അല്ല ഞാൻ എടുക്കാൻ പോവാ. ആ മര്യാദ എടുത്തിട്ട് പോകെ, മര്യാദ എടുത്തിട്ട് പോകെ. ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടാണോ വേസ്റ്റ് കളയുന്നത്? എടുത്തിട്ട് പോയേട്ടാ. ചേട്ടാ പോവാൻ പറഞ്ഞില്ല, പിന്നെ പോവാൻ നിങ്ങളുടെ വെച്ചിട്ടുണ്ട്. ഒന്നും പറയണ്ട ചേട്ടാ. ചേട്ടാ രാവിലെ മുതൽ ഈ സാധനം കൊണ്ടൊന്ന് കളയാൻ വേണ്ടി നടക്കുക. ഈ വേസ്റ്റ് എവിടെ ചെന്നാലും 8 മണി കിട്ടുക, ആൾക്കാരെല്ലാം ഓടിക്കുവാന്ന്. ഞാനിത് എവിടെ കൊണ്ട് കളയും? അതൊക്കെ പറയാം, ജസ്റ്റ് ആൾക്കാർ കേട്ടു. പിന്നെ ഇതിനൊക്കെ നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ്. അതായത് ഇത് നല്ലൊരു വർണ്ണക്കടലാസ് നമ്മൾ വാങ്ങിച്ചിട്ട് ഈ വേസ്റ്റിനെ എല്ലാം നന്നായിട്ടൊന്ന് പൊതിയണം. ഒരു ഗിഫ്റ്റ് പാക്കറ്റ് നന്നായിട്ട് പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നേരെ ഇതിനെടുത്ത് വണ്ടി എടുക്കുക, ആരും ഇല്ലാത്തടത്ത് പോവുക, പതുക്കെ കൊണ്ടങ്ങിട്ടേക്കുക. ഈ ഗിഫ്റ്റ് പാക്കറ്റ് ആയതിന് അത് ആരും ശ്രദ്ധിക്കത്തില്ല. അടിപൊളിയാ, സൂപ്പർ ഐഡിയ. വയറ് നിറച്ച ഐഡിയ കൊണ്ട് നടക്കാം. വൈകിട്ട് കാണാം. വൈകുന്നേരം. ഓക്കെ ഓക്കെ ബൈ. ഇടി ഒന്ന് വന്നിട്ട് ചോറ് താടി, വിശക്കുന്നടി. എന്തോട്ടം ഓടിയത്. ഏതായാലും ലാസറിന്റെ ഐഡിയ ഉഗ്രൻ ഐഡിയ. ലാസറിന്റെ ഐഡിയ ആണെങ്കിൽ എന്താ ചെയ്തത്? എന്റെ ചേട്ടനല്ലേ. എത്ര ദിവസമായിട്ട് ഇവിടെ ഇരുന്ന് ചീഞ്ഞ വേസ്റ്റ് അത് പോയപ്പോഴൊന്ന് സമാധാനമായിരുന്നു. സമാധാനമായല്ലോ, അത് മാത്രം കേട്ടാ മതി. 2 പീസിട്ട് ഇതാർക്ക് നിനക്ക് തിന്നാൻ പറ്റും. വെക്കടി ഇങ്ങോട്ട്. എന്താ പാടിയത്? ഭക്ഷണം താടിയ നീ. എന്റെ ഓട്ടം ഓടിയിട്ട് അലഞ്ഞു തിരിഞ്ഞ് സാധനം കൊടുക്കുക കളയാൻ പോകും. അവള് പീസിടാൻ മടിയാവും. എന്നതാ ചേട്ടാ ഇത്? വെള്ളം കുടിക്കും. എന്നാ എരിപാടി പ്രശ്നമുണ്ട് ടീച്ചറെ. അതെവിടെ വെച്ചാ? എടി പുറത്തായോണ്ട് വോളിബോൾ അടിക്കുന്നത് നോക്കാം. ഇത് കുടിച്ചോ. ഞാൻ വന്നാലേ ഈ ഊടിന്റെ ഫ്ലോ അങ്ങ് പോകും. നോക്കാം, വേഗം കേട്ടാ.
ആരാ? സോമന്റെ വീട്ടിലല്ലേ? അതെ. സോമനുണ്ടോ? ഉണ്ടോണ്ടിരിക്കുവാ. അയ്യോ അതല്ല, ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് കോൾ ഹിം. സോമേട്ടാ വിളിക്കുന്നുണ്ട്. സോമേട്ടാ. സോമൻ, ഞാൻ ഡോക്ടർ ശരത്ത്. അതെ. ഞാൻ വന്ന എന്താ നിങ്ങൾക്കൊരു സമ്മാനമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. ടോണിക്കുട്ട പ്ലീസ് കൊടുത്തേക്കും. സൂക്ഷിക്കണ്ട ചേട്ടാ. പോട്ടിന്റെ ടോണിക്കുട്ട, അവർക്ക് അറിയാഞ്ഞിട്ടല്ലേ ടോണി കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അതാ. ഇത് എവിടുന്ന് കിട്ടിയത്? അത് എവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞ് നിങ്ങൾ നേരത്തെ പുറത്തേക്ക് പോയില്ലേ? അപ്പൊ നിങ്ങളുടെ വണ്ടിയുടെ തൊട്ട് പിറകായിട്ട് ഞാനും ടോണി ഉണ്ടായിരുന്നേ. അപ്പൊ നിങ്ങളുടെ വണ്ടിയിൽ നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. സോറി, ഞാനല്ല ടോണിയാണ് ശരിക്കും കണ്ടത്. സോറി ടോണി. അപ്പൊ ടോണി പറഞ്ഞു സാറേ അതിലൊന്നും വീഴുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാനത് എടുത്ത്, അപ്പൊ നിങ്ങളുടെ വണ്ടി നമ്പർ ഞാൻ അപ്പം തന്നെ നോട്ട് ചെയ്ത് RT ഓഫീസിലേക്ക് വിളിച്ചു. ഈ വീടും ലൊക്കെയൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. ഞാനും ടോണിയും കുറെ കഷ്ടപ്പെട്ട് അവസാനം ഇവിടെ എത്തിച്ചു. സന്തോഷമായില്ലേ? സന്തോഷമായി. ഏതായാലും ഡോക്ടറിനും കുടുംബത്തിനും വേണ്ടി എന്റെ ഈ കുടുംബം വളരെ ആത്മാർത്ഥമായിട്ട് മരമുരുക്കി പ്രാർത്ഥിക്കും. അയ്യോ, അതിനൊരു സില്ലി കാര്യത്തിനൊന്നും വേണ്ടി അങ്ങനെ ചെയ്യണം. ഇല്ല, ഞങ്ങളുടെ അവകാശമാണ്, പ്രാർത്ഥിക്കും. ഓക്കെ, സമയം കിട്ടുമ്പോഴൊക്കെ ആയിക്കോളാം. ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഒരിക്കലും ഇങ്ങനെ കൊണ്ട് കളയരുത്. എല്ലാവരും ഡോക്ടർ ശരത്തിനെ പോലെ ആയിക്കോളൊന്നുമില്ല. ഞാനായിരുന്നു. അതെ അതെ. അപ്പൊ എന്നാൽ വരുന്നു. ഓക്കെ ശരി. സാമ്പാറാ കഴിച്ചോണ്ടിരിക്കുക. വലിച്ചതാണല്ലോ. ശരി ടോണി, പോവാം. ടോണിക്ക് ഒരു അല്പം തിരക്കുണ്ടാവും, അതുകൊണ്ടാ പെട്ടെന്ന് പോകുന്നത്. എന്താ അല്ല, ചായ വല്ലതും കുടിച്ചിട്ട് പോവാൻ. വേണ്ട, നമ്മൾ തമ്മിൽ ഒരു ബന്ധമായില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഒഴിക്ക് കയറ. വരട്ടെ മങ്ങളെ. ശരി, ഓക്കെ ബൈ. അണ്ടാരക്കാലൻ വണ്ടിയെ കൊണ്ടുവന്ന വേസ്റ്റാ. അതിന്റെ അഡ്രസ്സും തപ്പി പിടിച്ച് ഇവിടെ കൊണ്ട് തന്നിട്ട് പോകുന്ന കണ്ടോ? തല ഇടിവെട്ട്. അയ്യോ, ചോറ് വേസ്റ്റ് ആയിപ്പോ. നീ ഇതവിടെ കൊണ്ടുപോവാ. ചോറിനുണ്ടെന്ന് നിങ്ങൾ അതിനെ ആ വേസ്റ്റ് കൊണ്ട് കളഞ്ഞിട്ട് കഴിച്ചാൽ മതി. എഴുതി പീസെങ്കിലും തന്നിട്ട് പൊടി. വിശന്നിരിക്കുമ്പോ ചിക്കനൊക്കെ എന്നാ ടേസ്റ്റാ. വെറും വേസ്റ്റ്. വേസ്റ്റ് കാരണം സ്വന്തം ഭാര്യയുടെ മുമ്പിൽ വേസ്റ്റായി പോയ ഒരു ഭർത്താവിന്റെ ദുരനുഭവമാണ് നമ്മളിപ്പോൾ കണ്ടത്. അവരിപ്പോൾ, ആ ദമ്പതികൾ ഇപ്പോൾ നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. എന്താ പേര്? ഇയാളോടല്ല, കുട്ടി പറയൂ. ലക്ഷ്മി. നല്ല പേര്. ഇനി നീ പറയൂ, എന്താണ് ആ വേസ്റ്റ് പിന്നീട് ചെയ്തത്? ശരിക്കും ഈ വേസ്റ്റ് കൊണ്ട് എൻ്റെ ജീവിതം വലിയൊരു ദുരിതമാവുമായിരുന്നു. സത്യമാണ്. അപ്പോൾ ഒരുപാട് നേരം ദീർഘമായി ഞാൻ ഇരുന്ന് ചിന്തിച്ചു, ഇതിനെന്താണ് ഒരു പ്രതിവിധി. ചിന്തിച്ചു പോകും. അതെ. അപ്പോൾ പെണ്ണുപിള്ള പറയുന്നത് വേസ്റ്റ് കൊണ്ട് കളയാതെ പച്ചവെള്ളം പോലും തരില്ല എന്ന് നമ്മൾ പറയുന്നു. അത് കടുംപിടുത്തം. അവസാനം അറ്റ കൈ എനിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. സത്യം പറയാമല്ലോ, ഇപ്പോഴും ആ വേസ്റ്റ് ഭദ്രമായി തന്നെ ആ സ്ഥാപനത്തിൽ ഇരിപ്പുണ്ട്. ഇത് ചന്തയല്ല. ഏതായാലും വേസ്റ്റുകൾ ഇങ്ങനെ കളയാൻ പറ്റാതായി കഴിഞ്ഞാൽ ആളുകൾക്ക് ഇതിലും വലിയ കടുങ്കൈ ചെയ്യേണ്ടി വരും. ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഏതായാലും ഇതിനെപ്പറ്റി സംസാരിക്കാൻ ശുചിത്വ കേരള പ്രസിഡന്റ് ശ്രീ സുജിത് സാറിനെ ക്ഷണിക്കുന്നു. നമ്മൾ ശുചിത്വം എന്ന് പറഞ്ഞ് ചുമ്മാ കാട് കയറിയിട്ട് കഥയില്ല. വീട്ടിൽ ശുചിത്വം ഉണ്ടെങ്കിലേ ഉള്ളൂ നാട്ടിൽ ശുചിത്വം ഉണ്ടാകത്തുള്ളൂ. നാട്ടിൽ ശുചിത്വം ഉണ്ടെങ്കിലേ ഉള്ളൂ സമൂഹത്തിൽ ശുചിത്വം ഉണ്ടാകത്തുള്ളൂ. ഈ വൃത്തിയാകുന്നതിന് ഏതാണ്ട് പറയുമല്ലോ, ശുചിത്വം. ഇതുള്ള ഒരാളാണ് ഞാൻ. ദിവസം 5 നേരം കുളിക്കുന്ന ഒരാളാണ്.
അമ്മയാണ് 5 നേരം കുളിക്കുന്നത്. എന്നിട്ട് ഒരുമാതിരി കിടമ്പ് നാറ്റം ഉണ്ടല്ലോ. അത് സാറിട്ടിരിക്കുന്ന കോട്ടിൻ്റെയാണ്. മണത്ത് നോക്കിയത് ആ മണമാണ് ഇങ്ങോട്ടും അടിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ 5 നേരം കുളിച്ചെങ്കിലേ നമ്മൾക്ക് വൃത്തി ഉണ്ടാകത്തുള്ളൂ, ശുചിത്വം ഉണ്ടാകത്തുള്ളൂ. ആ അപ്പം ഞാൻ പറഞ്ഞില്ലേ ശുചിത്വമാണ്. സുഹൃത്തെ ഇവിടെ ഒന്ന് പറഞ്ഞോട്ടെ, ശുചിത്വമാണ് നമുക്ക് അത്യാവശ്യമായ ഘടകം. എൻ്റെ അച്ഛൻ ഈ വിദിനത്തിൽ 96 വയസ്സാണ്. 96 നടപ്പാണ് അച്ഛൻ. നടപ്പാണോ അതോ കിടപ്പാണോ? നടപ്പാണ്. വൈകിട്ടൊന്നയാൾ മയങ്ങും, അത്രയേ ഉള്ളൂ. അപ്പൊ ഈ 96-ാമത്തെ വയസ്സിലും അച്ഛൻ 4 പ്രാവശ്യം 5 പ്രാവശ്യം കുളിക്കും. ഈ 96-ാമത്തെ വയസ്സിലും ഞാൻ എതിർക്കാൻ പോകില്ല. എന്നെ കുളിപ്പിക്കും, എൻ്റെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കും അച്ഛൻ. ശുചിത്വം നമ്മുടെ വീട്ടിൽ അത്യാവശ്യ ഘടകമാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് അച്ഛൻ 5-ാം പനി വെട്ടി കിടപ്പായിരുന്നു കേട്ടോ. കുളിക്കാതെ അച്ഛൻ മാറിയിരിക്കുന്നു. അച്ഛന് വെള്ളം ചെന്താൽ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെച്ചാൽ പറ്റില്ല, നമ്മുടെ കുടുംബത്തിൽ ശുചിത്വം വേണമെങ്കിൽ അച്ഛൻ കുളിക്കണം. ഞാൻ ഒരു ബക്കറ്റ് നല്ല തണുത്ത വെള്ളം, ഐസ് വെള്ളം എടുത്ത് അച്ഛൻ്റെ തലവഴി കോഴി അങ്ങ് ഒഴിച്ച് കുളിപ്പിച്ചങ്ങ് മാറ്റിയിരുത്തി. എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങളിപ്പം ഈ കഴിഞ്ഞ ആഴ്ച അച്ഛൻ്റെ കർമ്മം അങ്ങ് ചെയ്തു. കുളിപ്പിച്ച് കൊച്ചില്ലാന്ന് കേട്ടിട്ടുണ്ട്, ആദ്യമായിട്ടാണ് അച്ഛനില്ലാന്ന് കേൾക്കുന്നത്. അത് മറ്റൊന്നുമല്ല, വളരെ തന്ത്രപരമായി കുടുംബത്തുള്ള ഒരു വലിയ വേസ്റ്റിനെ ഒഴിവാക്കി, അത്ര തന്നെ. എന്നല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് ശുചിത്വ ബോധം വേണം. ശുചിത്വ ബോധത്തിനായി വേണ്ടി വന്നാൽ നമുക്ക് പ്രായമായ അച്ഛനെയും അമ്മയും ഇല്ലാതാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതാണ്. അത് വളരെ നല്ലൊരു അഭിപ്രായമാണ്. ഈ വിഷയത്തെ കുറിച്ച് നരകപിതാവിന് എന്താണ് പറയുക? നഗരപിതാവ് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതെ ഒഴിഞ്ഞു മാറുന്നതുകൊണ്ട് അവരുടെ നേർക്ക് നേരെ നിന്ന് അവർക്ക് മറുപടി പറയേണ്ട ഒരു ബാധ്യത നമ്മുടെ നേതാവിനില്ലേ? പറയൂ, എന്താണ് ഇതിനെക്കുറിച്ച്? അല്ല, ഞാനിപ്പോ ഇത്രയും നേരം നിങ്ങളിവിടെ ചർച്ച ചെയ്തിട്ട് ഞാനിവിടെ ഒന്ന് സൈലന്റ് ആയിട്ട് ഇരുന്നത്, എനിക്ക് ഇതിനോടൊന്നും യോജിക്കാൻ പറ്റുന്നില്ല. എന്റെ അച്ഛന്റെ കുളിയോടാണ് യോജിക്കാൻ പറ്റുന്നത്. അതല്ല, പിന്നെ നമ്മൾ ഈ വേസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതിയുടെ പ്രശ്നമാണ്, അല്ലാതെ ഇത് വേറൊന്നുമല്ല. അത് കറക്റ്റാണ്. ഈ നഗരപിതാവ് പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. കാര്യം കേരളത്തിന്റെ ഭൂപടം തന്നെ ഒരു പാവയ്ക്ക പോലെയാണല്ലോ കിടക്കുന്നത്. ഈ പാവയ്ക്ക ചീഞ്ഞാലും ഇവിടെ മണം ഉണ്ടാകും, ശുചിത്വമില്ലായ്മ വരും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനെ കുറിച്ച് പഠനം നടക്കട്ടെ. ഞാൻ തന്നെ സുഹൃത്തെ അല്ലല്ല അതെ അതെ അത് പറഞ്ഞാൽ ശരിയല്ല. അല്ലതെ അതെ നിങ്ങളെ വോട്ട് നിന്ന് ജയിപ്പിച്ചത്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ കേരളത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കും, നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാന്ന് പറഞ്ഞാൽ ശരിയാണോ? അത് മറുപടി പറയും നിങ്ങള്. നിർത്ത്. അവർ ചോദിക്കുന്നത് ശരിയല്ലേ സാർ? ജനങ്ങളെ തെരഞ്ഞെടുത്ത ഒരു പ്രതിനിധി ഈ വിഷയങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കാന്ന് പറഞ്ഞ് ഇത്രയും കാലമായിട്ട് നിങ്ങൾ പഠിച്ചു തീർന്നില്ലേ? അല്ല, ഞാൻ പറയുന്നത് ഇതിനൊരു ശാസ്ത്രീയ വശമുണ്ട്. നമ്മൾ ചുമ്മാ എടുത്തു ചാടിയിട്ട് കാര്യമില്ല. ഹരിചന്ദ്രൻ, അവര് പറയുന്നതിൽ കാര്യമുണ്ട്. മനുഷ്യനെ വേസ്റ്റിന്റെ സ്മെല്ല് കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മൂക്കിന്റെ നാസോദാരം. മൂക്കിനകത്ത് എവിടെ നാസരം? ഇയാളൊന്നും ഉണ്ടായിരിക്കും. നാസരല്ല, നാസോദാരം. ആരെങ്കിലും പറയാറില്ല. വ്യക്തമായില്ല, അതാണ്. അടുത്ത റൗണ്ടിൽ പറയാം. ഞാൻ പറയാം സാർ, പറയണ്ടേ? ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാല് നമ്മള് ശുചിത്വമാണ് നമുക്ക് ആവശ്യം. ശുചിത്വമാണ്. ഈ സർക്കാർ ഈ ഇടയ്ക്കിടയ്ക്ക് റോക്കറ്റ് മേളിലേക്ക് വിടുമല്ലോ, അത് നിർത്തണം. കാര്യം റോക്കറ്റ് മേളിൽ ചെല്ലുന്നവർ അവിടെ നിന്ന് മലമൂത്ര വിസർജനം ചെയ്യുന്ന താഴെ നിൽക്കുന്ന നമ്മുടെ ദേഹത്തല്ലേ വീഴുന്നത്, അല്ലേ? അതെ അതെ. പിന്നെ നിങ്ങൾ അത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇതെല്ലാം കൂടെ പറഞ്ഞോട്ട് ഇതെല്ലാം കൂടെ നഗരസഭ ഏറ്റെടുക്കണമെന്ന് നടക്കുന്ന കേസല്ല. പിന്നെ ഞങ്ങൾ ഏണി വെച്ച് മേളിൽ ചെന്ന് റോക്കറ്റ് ഇരിക്കുന്ന അവരോട് പറയണം നിങ്ങൾ താഴോട്ട് പുള്ളരുന്ന്. അല്ല പിന്നെ അയാൾ പറയുന്നത് അയാൾ സാർ എന്ത് വിട്ടിത്തരമാണ് പറഞ്ഞത്? എന്താ സാർ? സാർ, ഈ റോക്കറ്റ് മലമൂത്ര വിസർജനം നടത്തിയാൽ അത് എങ്ങനെ താഴോട്ട് വരും? വീഴും. അത് ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ ശാസ്ത്രീയ വശങ്ങളുണ്ട് സുഹൃത്തെ. എന്ത് ശാസ്ത്രീയ വശം? റോക്കറ്റ് ഇങ്ങനെയാണ് പൊക്കോണ്ടിരുന്നതെങ്കിൽ വീഴില്ല, അതൊക്കെ ഞാൻ നിങ്ങൾ പറയുന്ന അംഗീകരിക്കുന്നു. പക്ഷെ റോക്കറ്റ് ഇങ്ങനെയാണ് പോകുന്നത്, മെളിൻ മുള്ളുന്ന കീപ്പോട്ടല്ല, പിന്നെ ഇങ്ങനെ പോകുമ്പോഴോ പോകുന്നത് കുത്തിച്ചാരി വെച്ചേക്കുന്ന പോലാണ് പോകുന്നത്. അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ റോക്കറ്റ് പ്രക്ഷേപണം അല്ല സാർ, വിക്ഷേപണം. എന്നാണല്ലോ നിർത്തണം. ഫ്ലൈറ്റ് വേണ്ട നമുക്ക് രാജ്യത്ത്. അതാണ് എന്റെ. നിങ്ങൾ ശുചിത്വത്തെ കുറിച്ച് പറഞ്ഞതിനോട് വേറെ മണ്ടത്തരം പറഞ്ഞു. ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ പറഞ്ഞതുമായിട്ട് മാറിപ്പോയി. ഇപ്പൊ നഗരപിതാവെന്ന് ആരാ പറഞ്ഞു?
നീ നഗരപിതാവല്ലടാ, നശിക്കാൻ വേണ്ടി ജനിച്ചവനാ നീ. ഞാൻ പറയണത് നിങ്ങൾ ആ റോക്കറ്റിൽ കയറ്റി നിങ്ങൾ ആദ്യം അങ്ങോട്ട് വിടണം. അപ്പൊ ഇവിടെ നിങ്ങൾ ഈ റോക്കറ്റ് വിമാനം ഒക്കെ നിർത്ത പ്ലീസ്. അല്ല ഞാൻ പറഞ്ഞു തീർന്നില്ല. അല്ല ചേട്ടാ പറഞ്ഞു തീർന്നില്ല. ഒരു കഷ്ടമാണ് പറയുന്നത്. വേസ്റ്റ് കണ്ട് ബുദ്ധിമുട്ടിയ ഒരാളുടെ പ്രശ്നങ്ങളും അത് പരിഹരിച്ച രീതിയും നമുക്കൊന്ന് കാണാം. എത്ര സുന്ദരം സുന്ദര കേരളം. നാണമില്ലാണ്ട് കൊണ്ടുവന്നിട്ടേക്കും എന്റെ കേരളം. ഇന്നും കൊണ്ടിട്ടുണ്ട്. ഇവർക്ക് എന്താ ചെയ്യുന്നത്? ഇത് എൻ്റെ വീടിൻ്റെ മുമ്പിൽ മാത്രം അത് കൊണ്ടിടാൻ. എല്ലാം മാന്യന്മാരുണ്ട്, മഞ്ഞയും ചുവപ്പും പച്ചയും കറുപ്പും. മലയാളത്തിലൊരു ബോർഡ് വെച്ച് ഇവിടെ ബോർഡിൻ്റെ മുകളിൽ എൻ്റെ മുകളിൽ എന്തൊരു കഷ്ടം നോക്കണേ. ഇവരൊക്കെ എന്തെങ്കിലും എൻ്റെ കയ്യിലങ്ങ് കിട്ടും. മാന്യന്മാരാ, രാവിലെ നടക്കാനും ഇറങ്ങണം മാന്യന്മാർ. എന്താ ഇവരെ പിടിക്കാൻ? ഒരു ദിവസം എൻ്റെ കയ്യിൽ കിട്ടുവരെ. ആരാണ്? ഓഹോ, നിങ്ങളാണല്ലോ ഇപ്പോൾ ഇവിടുത്തെ മെയിൻ ആൾക്കാർ. ഒന്ന് ചെങ്ങായിമാരെ ഇത് കണ്ടൂടെ? ഇവിടെ ഇതൊന്നും ഇടരുത് എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. എന്നാലും ഓരോരുത്തരെ കൊണ്ടിടുക. മനസ്സിലായി എനിക്ക്? ഇതൊക്കെ മനസ്സിലാകാനുള്ള മലയാളം അറിയില്ലേ? നോക്കുക, അതൊക്കെ വാരി വിളിച്ച് എൻ്റെ വീടിന് മുമ്പിൽ അങ്ങോട്ട് കൊണ്ടിടുക. ഇവരെ അങ്ങോട്ട് ഇതൊക്കെ ഒഴിവാക്കാൻ എന്താ ഇപ്പോൾ ഒരു ഐഡിയ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ ഭാഗത്തോ? വിട്, കാര്യം പറഞ്ഞാൽ മതി. ഇവിടെ സ്വകാര്യം പറയുമ്പോഴെങ്കിലും ഒന്നും മലയാളത്തിൽ പറയിച്ചല്ലേ, കുറച്ച് മലയാളത്തിൽ. എന്താണ്? ആ, ബംഗാളി ഐഡിയ ഒന്ന് പ്രയോഗിച്ചു നോക്കാം, കുഴപ്പമില്ല. പോയി ചാവൂ. ചവറുകൾ ഇവിടെ ഇടുക. ഞാനങ്ങോട്ട് അനുസരിക്കാൻ പോവല്ലേ. ഇടരുതെന്നുള്ള ബോർഡുള്ള എവിടെയെന്ന് നോക്കട്ടെ, അവിടെ കൊണ്ടിടാം. എന്നാലും ഒരു രസവും അല്ല പിന്നെ.
സ്വന്തം തന്ത പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എത്ര സുന്ദരം എൻ്റെ കേരളം, എത്ര സുന്ദരം. എൻ്റെ കേരളം. A Bengali idea can change our life. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. കുടിയേറിപ്പാർത്ത ബംഗാളികൾ വരെ നമ്മുടെ മലയാളികളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിയിരിക്കുന്നു. ഒരുതരം മംഗലശ്ശേരി നീലകണ്ഠൻ ലൈൻ കോംപ്ലക്സ്. ചെയ്യണ്ടെന്ന് പറയുന്നതേ ചെയ്യൂ, കാണണ്ടെന്ന് പറയുന്നതേ കാണൂ. അതിപ്പോൾ വേസ്റ്റിൻ്റെ കാര്യത്തിലായാലും നിയമത്തിൻ്റെ കാര്യത്തിലായാലും നിയമനത്തിൻ്റെ കാര്യത്തിലായാലും ഇത് മലയാളികളുടെ മാത്രം പ്രത്യേകതയാണ്. അതെന്നാ കാണിക്കുന്നേ? നേരത്തെ കുറച്ച് ശ്വാസം വലിച്ചു കയറ്റിയായിരുന്നു, അതിപ്പോ പുറത്തേക്ക് വിട്ടതാ. ഇപ്പൊ എന്തായാലും കേരളത്തിൽ ഇങ്ങനെ മാലിന്യങ്ങൾ കുന്നുകൂടിയാൽ ഇതെവിടെ ചെന്ന് അവസാനിക്കും? ലോകത്തുള്ള സകല മാലിന്യങ്ങളും കളമശ്ശേരി പോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് നിക്ഷേപിക്കുകയാണെന്നാണ് ഞാൻ അറിയുന്നത്. ഞാനും അത് തന്നെയാണ്. ഇതിനെക്കുറിച്ച് നഗര പിതാവിന് എന്താണ് പറയാനുള്ളത്? ഞാൻ പിന്നെ ഇത് ആവർത്തിച്ച് പറയുന്നത് നിങ്ങളത് മനസ്സിലാക്കൂ. പറയൂ. ഇതിനെക്കുറിച്ച് പഠന റിപ്പോർട്ട് തയ്യാറാക്കൂ ആദ്യം, എന്നിട്ട് ഇതിന്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് വരട്ടെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. സാർ എന്തോ ഈ പറയുന്നത്? ഞങ്ങൾ എല്ലാവരും കൂടി പ്രോഗ്രസ് കാർഡ് ഇരുന്നോണ്ട് കുത്തിയിരുന്ന് ഒപ്പിട്ട് തരണമെന്നാണോ ഈ പറയുന്നത്? ഞാൻ പറ, നിങ്ങളുടെ കുഞ്ഞുങ്ങളി വേണം വന്നിരിക്കുവാണോ? ഞാൻ എല്ലാത്തിനും ഞാൻ പറയാം. ഞാൻ ഈ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് ഞാനിപ്പോൾ പറഞ്ഞു വന്നല്ലോ, പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ നശിച്ചു പോയി കഴിഞ്ഞാൽ അത് പിന്നെയും കണ്ടീഷൻ ചെയ്ത് പ്ലാസ്റ്റിക് പാത്രങ്ങളായിട്ട് ഇറങ്ങുന്നുണ്ട് ഉണ്ടല്ലോ, ഇരുമ്പും അതേപോലെ ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ റീസൈക്ലിംഗ് ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ കോഴിയുടെ വേസ്റ്റ് ഇതേപോലെ റീസൈക്ലിംഗ് ചെയ്ത് കോഴിക്കുഞ്ഞുങ്ങളും ഉണ്ടാക്കാൻ പറ്റിയല്ലേ? അതേപോലെ പോത്തിന്റെ വേസ്റ്റുകൾ ഇതേപോലെ റീസൈക്കിൾ ചെയ്ത് പോത്തും കുഞ്ഞുങ്ങളും ഉണ്ടാക്കണം. നമുക്കത് വീണ്ടും ഭക്ഷിക്കാൻ പറ്റിയല്ലേ? എന്ത് വർത്തമാനമായി പറയുന്നത്? ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഞങ്ങള് ഒരു ഫ്ലാറ്റിലെ വേസ്റ്റ് എല്ലാം കൂടെ കൂട്ടിയെടുത്ത് വേറെ ഫ്ലാറ്റിൽ കൊണ്ട് കൊടുക്കാൻ പറ്റും? അവർ തിന്നുവത്? അതിന്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഫ്ലേവേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കഴിക്കാൻ പറ്റിയല്ലേ? ചുമ്മാ അതെ, ഈ എടോ പോടോ ഒന്നും ചേച്ചി കയറി വിളിക്കരുത്. അല്ല, മേഡം കയറി വിളിക്കരുത്. എനിക്ക് നിന്റെ ഭാര്യയുടെ പ്രായമല്ലേ നിനക്കുള്ളൂ. അല്ല പിന്നെ അതുപോലെ കാട് കയറി പറഞ്ഞു. അല്ല നിങ്ങളെ അങ്ങനെ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് അല്ല ഒന്നും നടക്കുകയില്ല എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഇവിടെ എയർപോർട്ടുകളും അതേപോലെ പാലങ്ങളും ഒക്കെ പണിയാതെ തന്നെ പണിതു എന്നും പറഞ്ഞ് ഉദ്ഘാടനം നടക്കുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ ഇത് നടക്കുകയില്ലെന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞതാണ്. പറഞ്ഞു തീർന്നില്ല സുഹൃത്തെ, പച്ച ഷട്ടുകാരൻ, ഞാൻ പറഞ്ഞു തീർന്നില്ല. ഒരാൾ പറയട്ടെ. അതുപോലെ തന്നെ കോട്ടെ സാറേ, ഈ ഭൂമിയുടെ കറക്കം നിൽക്കണം. കാര്യം ഈ ഭൂമി ഇങ്ങനെ കറങ്ങി വരുമ്പോ മേളിൽ ഇരിക്കുന്ന വേസ്റ്റ് എല്ലാം താഴെ ഇരിക്കുന്ന ആൾക്കാരുടെ തലയിൽ വീഴല്ലേ, മലമൂത്രമൊക്കെ വീഴുന്നുണ്ടാ കൂടെ. അതാണ് സാറേ ഒരു മിനിറ്റ്. ഈ നിൽക്കുന്ന അത് വേറൊന്നുമല്ല, ഈ നിൽക്കുന്ന അദ്ദേഹത്തെ വിലക്ക് തരുമോ? എന്തിന്? എനിക്ക് എവിടെയും കൊണ്ട് തല്ലിക്കൊല്ലാനാ. എടോ താമര പോയി ലാഭം ഉറു അവന്റെ റോക്കറ്റ് മൂത്ര മലമൂത്ര വിസർജനം ഭൂമിയുടെ വേണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് പറയുന്നവനോട് എപ്പോഴും അസൂയം കുശുമ്പും ലോകത്തിനുണ്ടാകും. ഉപകാരമുള്ള കാര്യമാണ്. നല്ല രീതിയിൽ ജോലി ചെയ്തോണ്ടിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഞാൻ. യൂണിഫോം കാണുമ്പോ അറിയാം. അതിനെന്തിനാ കയ്യടിച്ചേ? സാറേ, ഈ വേസ്റ്റ് കാരണം സാറേ എന്റെ ജോലി പോയത്. വേസ്റ്റ് കാരണം ജോലി ഒന്നും പറയണ്ട സാറേ. ഒന്നും പറയണ്ട മൈക്ക്, ഞാൻ ആർക്കെങ്കിലും വേണം പറയാനുണ്ട്. സാറേ, അടുത്തിടെ ഈ ഒരു ഹൗസിംഗ് ഹോളിൽ എനിക്ക് സെക്യൂരിറ്റി ആയിട്ട് ജോലി കിട്ടിയായിരുന്നു. ഈ വേസ്റ്റിന്റെ ഒറ്റ പ്രശ്നം കാരണം എന്റെ ജോലി പോയി സാറേ. ഈ അഭ്യാസമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഈ കോളനിന് മുമ്പിലേ കുറെ ആളുകൾ വേസ്റ്റ് കൊണ്ടിടുന്നുണ്ട്. അതാരാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കോളനിക്കാരെല്ലാം കൂടെ പിരിവെടുത്ത് എന്നോട് നിർത്തിയത്. മനസ്സിലായി സാർ. സാറ് പോയി ധൈര്യമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളൂ സാർ. ഇവിടെ ആരാ കൊണ്ട് വേസ്റ്റ് ഇടുന്നത് എനിക്കൊന്ന് കാണണം. ഇടോ, താൻ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ വേസ്റ്റ് ഇടുന്നത്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മാഡം, ഇതാള് വേറെയാ. എന്റെ ശവത്തെ ചവിട്ടിയിട്ടല്ലാതെ അവന്മാർക്ക് ഇവിടെ വേസ്റ്റ് ഇടാൻ പറ്റത്തില്ല. അതൊന്നും വേണ്ട. പിന്നെ അത് കേസും കൂട്ടും അതിന്റെ പിന്നാലെ വേറെ നടന്നത്, അതൊന്നും ശരിയാവില്ല. അയ്യോ അതല്ല സാർ, ഈ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് ഞാൻ കാവല് നിൽക്കുമെന്നാ പറഞ്ഞത്. എനിക്കറിയണം ആരാ ഇവിടെ വേസ്റ്റ് ഇടുന്നത്. കുളിച്ചു നിന്നു
ചന്ദ്രികാവസന്തം. പുറകിൽ നിന്നൊക്കെ കുത്തുന്ന പോലെയാണ്. ഫസ്റ്റ് ഡേ ഇതാണെങ്കിൽ ബാക്കിയുള്ള ദിവസമൊക്കെ എന്തായിരിക്കും? ചാരന്നേരം ഉറങ്ങിയാലൊന്നും ആരും അറിയാൻ പോകുന്നു. വേസ്റ്റോ? പോയി സാറിനോട് പറഞ്ഞാലോ? വേണ്ട, അങ്ങോട്ട് പോകുന്നതിനേക്കാളും നല്ലത് പുറത്തോട്ട് ഓടി രക്ഷപ്പെടുത്താം. എൻ്റെ പണി പോയി, പണിയും വേണ്ട, ഒരു പുല്ലും വേണ്ട, ഇറങ്ങിപ്പോ. അങ്ങനെ എൻ്റെ പണി പോയതാ സാറേ. പിന്നെ ഏരിയയിലേക്ക് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് നമ്മൾ അറിഞ്ഞും അറിയാതെ ഉണ്ടാക്കുന്ന മാലിന്യങ്ങളെ കുറിച്ചാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന മാലിന്യങ്ങളെ കുറിച്ചാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ പൊന്നു സാറേ, മലമൂത്ര വിസർജനമാണെങ്കിൽ വേണ്ട, മതി. അല്ലല്ല, ഇതല്ല. ഈ സാർ ഉദ്ദേശിച്ചത് ഈ സെപ്റ്റി ടാങ്കിൽ നിന്ന് കൊണ്ടുപോകുന്ന ആ അമൂല്യ വസ്തുവിനെ കുറിച്ചല്ലേ? അതെ, അത് ഈ നാട്ടിൽ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഇപ്പൊ പട്ടണ ഏരിയയിൽ തന്നെ ഈ വസ്തു കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ഭയങ്കര ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ വേസ്റ്റ് വരുന്നത് ഇതേപോലുള്ള ഹൗസിംഗ് കോളനികളിൽ നിന്നും ഇതേപോലുള്ള ഫ്ലാറ്റുകളിൽ നിന്നുമാണ്. സാർ അത് പറയരുത്. അത് അവിടെ നിന്ന് തന്നെയാണ്. ഇല്ല സാർ, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ഫ്ലാറ്റിന്റെ പ്രസിഡന്റ് ആയിട്ട് ഇന്നേക്ക് 12 വർഷം തികയാണ്. ഇതുവരെയായിട്ടും അങ്ങനെ ഒരു കംപ്ലൈന്റ് ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഹലോ ആന്റി. ആന്റിയോ? ആന്റി ആരാണോ താഴെ കയറി വിളിക്കുന്നത്? നിങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് ഒരുപാട് മാലിന്യം പുറത്തു പോകുന്നുണ്ട്. അങ്ങനെ പോയ 2 ലോറി ഞങ്ങൾ തടഞ്ഞതാ അല്ലേ? സുഹൃത്തെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞങ്ങൾ ഈ മാലിന്യം സംസ്കരിക്കാൻ വേണ്ടി ഓർഡർ കൊടുക്കുന്നു. അവിടുന്ന് ലോറിക്കാർ വരുന്നു. എന്നിട്ട് ഞങ്ങളോട് പറയുന്നത് എന്താ? ഇത് അവർ ദൂര സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നിർമ്മാർജ്ജനം ചെയ്യുന്നതാണ്. പക്ഷെ അത് നമ്മൾ അറിയുന്നില്ല. അവര് അവിടെ ഇവിടെ ഒഴുക്കുന്നത് ഞങ്ങൾ അതിന്റെ കുറ്റക്കാരല്ല. ഞങ്ങൾ അതിന്റെ കൂടെ പോകാൻ പറ്റുമോ? കൂടെ പോയി ഒഴുക്കണം. ഇത് കൂടെ പോയി ഒഴുക്കാനായിട്ട് ചിതാഭസ്മം അല്ലല്ലോ, വേസ്റ്റ് അല്ലേ? അതെ, അതൊരു മാന്യമായ ചോദ്യമാണ്. ഓക്കെ, ഏതായാലും സെപ്റ്റിക് ടാങ്കിലെ മാലിന്യം ആരും കാണാതെ പുഴയിൽ കൊണ്ട് ഒഴുക്കാൻ ശ്രമിച്ച ഒരു ഡ്രൈവർക്ക് പറ്റിയ അബദ്ധം നമുക്കൊന്ന് കാണാം. നീ എന്നാടി അരിയുന്നത്? അച്ഛമ്മയായാലും ചിറ്റപ്പനായാലും ദിവസം ഈ പയറുകറി മാത്രമേ ഉള്ളൂ. പയറുകറി കൂട്ടി ഞാൻ മടുത്ത്. ഇതിന് മാത്രം പയർ ഇത് അവിടെ ഇരിക്കുന്നുണ്ട് ഭഗവാൻ. എനിക്കറിയാൻ വയ്യ. എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ട് വന്നാലേ വെക്കാൻ വാങ്ങിച്ചോണ്ട് വരാൻ തന്നെ കുഴപ്പമാണ്. ദിവസം പയർ 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 ജോലി ചെയ്യത്തില്ല, മടിച്ചിയാ. മടിച്ചു. എൻ്റെ അടിയവേ, ഇന്നലെ എനിക്കൊരു അബദ്ധം പറ്റുന്നു. നമ്മൾ ഇന്നലെ കക്കൂസ് കോരിയില്ലേ, അതെല്ലാം കൂടെ ആ പുഴയെ കൊണ്ട് ഞാൻ ഒഴുക്കി. 2-3 ടീം അവിടുത്തെ അത് കണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. അഥവാ ആരെങ്കിലും എന്നെ ഇന്ന് തിരക്കി ഇങ്ങോട്ടെങ്ങാനും വന്നാൽ നീ എനിക്ക് ചിക്കനാന്നങ്ങ് പറഞ്ഞാൽ മതി. ചിക്കനോ? ഇനി ചിക്കൻ ബോക്സ് ആണെന്ന് പറഞ്ഞാൽ മതിയെന്ന്. അയ്യോ,
ആരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, അതങ്ങ് പറഞ്ഞാൽ മതി. എന്തുവാന്ന് പറയും? ചിക്കൻ ബോക്സ്. ആ മിടക്കി അങ്ങനെ പറയണം. ആ ശരി, ചിക്കൻ. ഞാൻ പറഞ്ഞോളാം. പൊക്ക പോയി അടിച്ചോ, ഞാൻ നോക്കിക്കോളാം. സുധാകരൻ എന്തിയേ? അകത്തുണ്ട്. എന്താ ഏട്ടാ? കുറെ നാളായിട്ട് ഞങ്ങൾ സഹിക്കുക. സുധാകരനോട് പറയാനുള്ള കാര്യം സുധാകരനോട് തന്നെ പറഞ്ഞോളാം. ചേട്ടൻ ചിക്കനാ? നിന്റെ ചേട്ടന് ചിക്കനാണോ ബീഫാണോ ഇഷ്ടം ഞാൻ ചോദിച്ചോ? സുധാകര അതല്ല, ചേട്ടൻ ചിക്കൻ ബോക്സാ. മേല് മൊത്തം ഇങ്ങനെ കുരുകുരാന്ന് ഇങ്ങനെ പൊങ്ങിയിട്ട് ആകെ വൃത്തികേടായിട്ട് നാറ്റമൊക്കെ വന്ന് നമ്മുടെ എന്താ വിക്രമിന്റെ പടം ഇല്ലേ, അയിലെ വിക്രമിനെ പോലെ ഇരിക്കുന്നത്. ആ അകത്ത് നിന്നിട്ട് അറച്ചിട്ടുണ്ടല്ലോ, ഞാൻ പുറത്തു വന്ന് നിൽക്കുക. അകത്ത് നിന്നാലേ ഭയങ്കര നാറ്റവും ഭയങ്കര അറപ്പൊക്കെയാ. അതുകൊണ്ട് ഞാൻ പുറത്തു വന്ന് നിൽക്കുന്നേ. ആ അകത്തോട്ട് പോണ്ട. സുധാകരോ, നീ റെസ്റ്റ് എടുത്തോ കേട്ടോ. നീ റെസ്റ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങുമല്ലോ, നിന്നെ പിടിച്ചോളാം. അയ്യോ എന്റെ പുറത്തിട്ടിരിക്കരുത്, എനിക്ക് കുടിന്ന കൊള്ളാണ്. വാ ഇറങ്ങി വാ. അവര് പോയി. പോയി. നിങ്ങളുടെ ഐഡിയ എന്തായാലും ഏറ്റ്. ആരോടാ കളി? എന്നോടാ കളിക്കുന്നേ? കുറെ സാമൂഹ്യ പ്രവർത്തകർ വന്നിരിക്കുന്നു. എടാ ഇനിയും കക്കൂസ് ഒരു മാലിന്യം ഞാൻ ആ പുഴ തന്നെ കൊണ്ടൊഴുക്കും. ഏതവനാ സോക്കേടെന്ന് എനിക്കെന്നറിയണമല്ലോ. നീ ചോദിച്ചിട്ട് വെള്ളം ചൂടാക്കും, എനിക്കൊന്ന് കുളിക്കണം. വെള്ളം ചൂടാക്കാൻ നിങ്ങൾ ഈ കിടന്ന് ചൂടാകുന്ന എന്തിനാ? അത് കൊള്ളാലോ. ലീലേ വാത്തല എല്ലാം പോയി. ലീലേ എന്താണ്? എന്തിനാ കിടന്ന് വിളിച്ചു പോകുന്നേ? ഇനി വിറകില്ല എന്ന് പറഞ്ഞു ഇവിടെ കിടന്ന് കീറരുത്. എല്ലാം ഞാൻ കീറിയിട്ടിട്ടുണ്ട്. അയ്യോ ഒരു വണ്ടി ഇങ്ങോട്ട് വരുന്നു. ഇതാ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എന്നെ പൊക്കാനുള്ള വരവാന്ന് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞ എല്ലാം ഓർമ്മയുണ്ടല്ലോ. എടി എനിക്ക് ചിക്കൻ ബോക്സ് ആണെന്ന് നീ അവരോട് പറയണം. ആ ശരി, ചെല്ലുന്ന മുറിക്കറി കുടിച്ചോ. സുധാകരൻ ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ സുധാകരേട്ടന് ചിക്കൻ ബോക്സ് ആയിട്ട് കിടപ്പാന്ന്. ഇപ്പൊ മേലൊക്കെ മൊത്തം പൊങ്ങുന്നത് കൂടി ആകെ അറപ്പായിട്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കായിരുന്നു. ഞാൻ അകത്തോട്ട് പോയിട്ടില്ല. പാവം സുധാകരൻ അല്ലേ? ഞാൻ സുധാകരൻ ഒരു സഹായമായിട്ട് വന്നതാണേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ട് അങ്ങ് പോയില്ലായിരുന്നു. അന്നേരം നമ്മുടെ നിർദ്ദയ ജനശിശുഭവനിൽ ഒന്ന് കയറിയായിരുന്നു നമ്മുടെ. അപ്പൊ അവിടെ സന്തോഷം എന്ന് പറഞ്ഞ പയ്യൻ ഇതുപോലെ ചിക്കൻ ബോക്സ് ആയിട്ട് കിടക്കുക. അയ്യോ അവിടെ വേറെ 10-40 പിള്ളേരുള്ളതുകൊണ്ട് അവർക്ക് ഭയങ്കര പേടി, അവർക്കൂടെ ഇത് പടരുമോ എന്നുള്ളത്. സന്തോഷേ ഇനി വന്നേ മോനെ, ഇനി വന്ന്. ഞാൻ അവനെയും കൂട്ടി ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ ആകുമ്പോ സുധാകരൻ ചിക്കൻ ബോക്സ് ആയിട്ട് കിടക്കുവാണല്ലോ. സുധാകരന്റെ കൂടെ ഇവനെയും കിടത്തുവാണ്. സുധാകരൻ ഒരു കൂട്ടുമായി. ഇവൻ തന്നെ ഒന്നാം തരം പാട്ടൊക്കെ പാടും. പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ ചിക്കൻ പമ്പ നടക്കും. കോമഡിയൊക്കെ പറയുന്നു. സുധാകര ഇവനെയും കൂടെ കിടത്തടാ. സുധാകര ഇവനെയും കൂടെ കിടത്തേ. എനിക്ക് ചിക്കനും ഇല്ല മട്ടനും ഇല്ല. ഇനി മേലാ ഞാൻ വഴിവെക്ക് കൊണ്ട് വേസ്റ്റ് എടുത്തല്ലേ. ഇങ്ങനെയാണ് നമ്മുടെ മലയാളികളുടെ വേസ്റ്റ് സംസ്കാരം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു പരിഹാരം വേണ്ടേ? ഇങ്ങനെയാണ് നമ്മുടെ മലയാളികളുടെ വേസ്റ്റ് സംസ്കാരം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു പരിഹാരം വേണ്ടേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല സാറേ, ഇത് ഗവൺമെന്റ് തന്നെ ഇതിനൊരു പരിഹാരം കാണണം. മനസ്സിലായോ? അത് സുഹൃത്തെ, അത് ഗവൺമെന്റിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. അതന്നെ നമ്മൾ ജനങ്ങളെ കൂടി ഇതിന് സഹകരിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. സഹകരിക്കാം, പക്ഷെ ഇതിനുള്ള പരിഹാരം സർക്കാർ കാണിച്ചു തരണം. സർക്കാർ ഉണ്ടാക്കി തരണം. നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ക്ഷമിക്കുന്നതിനൊരു പരിധിയില്ല. അപ്പൊ എന്നത്തെ പോലെ ഒരു തീരുമാനമാകാതെ ഈ ചർച്ച ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാ മണഗുണാഞ്ചന്മാർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. നന്ദി. ഇതെന്നാ സാറേ കാണിച്ചിട്ടത്? അത് ശുചിത്വം വേണ്ട, നമുക്ക് വേർപ്പ് വന്നപ്പോ ഞാൻ. താങ്കൾ ശുചിത്വ കേരളത്തിന്റെ ആരാന്നാ പറഞ്ഞത്? പ്രസിഡന്റാണ്. ശുചിത്വ കേരളത്തിന്റെ പ്രസിഡന്റ്? അതെ. എടോ ആദ്യം താനിരിക്കുന്ന ചുറ്റുപാടൊന്ന് വൃത്തിയായിട്ട് സൂക്ഷിക്കും, എന്നിട്ട് സമൂഹം നന്നാക്കാനുണ്ടാക്കി ഇറങ്ങുന്നു. ശുചിത്വ 20 കേരളത്തിന്റെ പ്രസിഡന്റാണ്. കാണിച്ചു വെച്ചേക്കുന്നത് പറയണ്ട, 1 മണിക്കൂർ കിട്ടിയ സമയം കൊണ്ട് കാണിച്ചാ ഇതൊക്കെ. 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 1 മണിക്കൂർ കിട്ടിയ സമയം കൊണ്ട് കാണിച്ചാ
ഇതാണ് മലയാളികളുടെ കുഴപ്പം. ഇതാണ് ആദ്യം അവനവൻ നന്നാകണം, എന്നിട്ട് ചുറ്റുപാട് നന്നാക്കുക, അപ്പൊ സമൂഹം നന്നായിക്കോളും. എന്നിട്ട് മതി കേരളം നന്നാക്കാൻ ഇറങ്ങാൻ, ശുചിയാക്കാൻ ഇറങ്ങാൻ. പിന്നെ ഞാൻ ആദ്യമേ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇന്നാർക്കും പൈസ ഇല്ല. വണ്ടിക്കാശും ഇല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലായിരുന്നു സുഹൃത്ത്. അല്ല, ടീ ഉണ്ടെന്ന് ഒന്നുമില്ല, പൈസ ഒന്നുമില്ല, പൈസ ഉണ്ടെന്ന് പറഞ്ഞ എന്നോട്. അതിന് പകരം വീട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നല്ല രീതിയിൽ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കഴിച്ചിട്ടേ പോകാം. വീട് തൊട്ടെടുത്തോ വണ്ടി എടുത്തോട്ടോ. എന്റെ വണ്ടിക്കാശില്ല, എന്നെ ഒന്നും എന്റെ വണ്ടി ഇതുപോലെ കുപ്പത്തൊട്ടി ആക്കാനില്ല. ആക്കത്തില്ലേ? പിന്നല്ല ചുമ്മാ